നമസ്കാരം. സാംസ്കാരിക വാർത്തകൾ. ഇന്ത്യൻ എംബസി എപെക്സ് സംഘടനകളായ ഇന്ത്യൻ സ്പോർട്സ് സെന്റർ, ഇന്ത്യൻ കൾച്ചറൽ സെന്റർ എന്നിവയുടെ നേതൃത്വത്തിൽ AFC ഏഷ്യൻ കപ്പിനെത്തിയ ഇന്ത്യൻ ദേശീയ ഫുട്ബോൾ ടീമിന് സ്വീകരണം നൽകി. റാഡിസൺ ബ്ലൂ ഹോട്ടലിൽ നൽകിയ സ്വീകരണത്തിൽ ഇന്ത്യൻ സ്ഥാനപതി വിപുൽ, IAC പ്രസിഡന്റ് EP അബ്ദുൾ റഹ്മാൻ എന്നിവർ പ്രസംഗിച്ചു. ഇന്ത്യൻ ടീം ഹെഡ് കോച്ച് ഇഗോർ സ്റ്റിമാക്, ക്യാപ്റ്റൻ സുനിൽ ഛേത്രി എന്നിവർക്കെല്ലാം ഊഷ്മളമായ സ്വീകരണമാണ് ICC നൽകിയത്. ദേശീയ ടീം താരങ്ങൾ ഒപ്പിട്ട ജേഴ്സികൾ ഇഗോർ സ്റ്റിമാക്കും ക്യാപ്റ്റനും ചേർന്ന് ഇന്ത്യൻ സ്ഥാനപതിക്ക് സമ്മാനിച്ചു. ഇന്ത്യയുടെ ഇതിഹാസ താരം ഒളിമ്പ്യൻ M കമ്പയ്യയുടെ മകളും ICC കൾച്ചറൽ വിഭാഗം മേധാവിയുമായ സുമ മഹേഷ് ഗൗഡ രചിച്ച അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം ഇഗോർ സ്റ്റിമാക്, ക്യാപ്റ്റൻ സുനിൽ ഛേത്രി എന്നിവർ ചേർന്ന് പ്രകാശനം ചെയ്തു. കണ്ണൂർ ബ്രദേഴ്സ് FC ഒമാനിലെ പ്രമുഖ ടീമുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് കണ്ണൂർ ബ്രദേഴ്സ് സോക്കർ കപ്പ് ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു. വാശിയേറിയ ഫൈനൽ മത്സരത്തിൽ ഓൾ സ്റ്റാർ റൂഫി FCയെ പരാജയപ്പെടുത്തി UTSC FC ജേതാക്കളായി. മൂന്നാം സ്ഥാനത്തിനായുള്ള മത്സരത്തിൽ ഗോവ യുണൈറ്റഡ് FC പെനാൽറ്റി ഷൂട്ടൌട്ടിൽ സ്പിരിറ്റ് ബോയ്സ് FCയെ പരാജയപ്പെടുത്തി. സഫീർ യൂസഫ്, സനീർ അലി യൂസഫ് എന്നിവർ ഉദ്ഘാടനം നിർവഹിച്ചു. ടൂർണമെന്റ് കോർഡിനേറ്റ് അംഗമായ ഫൈസൽ സ്വാഗതം പറഞ്ഞു. ഒമാനിലെ തൃശൂർ ജില്ലക്കാരുടെ കൂട്ടായ്മയായ ഒമാൻ തൃശൂർ ഓർഗനൈസേഷൻ സംഘടിപ്പിച്ച ഹൃദയപൂർവ്വം തൃശൂർ 2024 എന്ന മെഗാ ഈവന്റ് റൂഫി അൽ ഫലജ് ഗ്രാൻഡ് ഹാളിൽ വിപുലമായ പരിപാടികളോടെ നടന്നു. 3 ആഴ്ച നീണ്ടുനിന്ന കായിക മത്സരങ്ങളും കുടുംബ സംഗമവും കൂടിയാണ് സമാപിച്ചത്. താലപ്പൊലിയുടെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെ അതിഥികളെ വേദിയിലേക്ക് ആനയിച്ചു. തുടർന്ന് ഓർഗനൈസേഷൻ പ്രസിഡന്റ് നസീർ തിരുവത്രയുടെ അധ്യക്ഷതയിൽ നടന്ന സാംസ്കാരിക സമ്മേളനം തൃശൂർ MP TN പ്രതാപൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഒമാൻ തൃശൂർ ഓർഗനൈസേഷന്റെ പ്രസക്തിയെക്കുറിച്ചും സംഘടന മാതൃകാപരമായ പ്രവർത്തനങ്ങൾ കൊണ്ട് സമൂഹത്തിന് കൈത്താങ്ങായി എന്നും ഉണ്ടാകണമെന്നും എല്ലാ ജനങ്ങളും ഒന്നിച്ചു നിൽക്കേണ്ട ആവശ്യകതയെക്കുറിച്ചും ഉദ്ഘാടന പ്രസംഗത്തിൽ TN പ്രതാപൻ ഓർമ്മപ്പെടുത്തി. സാംസ്കാരിക വാർത്തകളിൽ ഉൾപ്പെടുത്താനായി ഇനി പറയുന്ന ഇമെയിൽ വിലാസത്തിൽ വാർത്തകൾ അയയ്ക്കുക: news@pravasibharati.com അല്ലെങ്കിൽ pravasibharati.radio@gmail.com. സാംസ്കാരിക വാർത്തകൾ എല്ലാ ദിവസവും UAE ഒമാൻ സമയം രാവിലെ 10:30, സൗദി, ഖത്തർ, ബഹ്റൈൻ, കുവൈറ്റ് സമയം രാവിലെ 9:30, ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 12 മണിക്ക്. നമസ്കാരം.